സാർ നമ്മളിവിടെ വന്നത് അർച്ചനെ പറ്റി 2 വാക്ക് നല്ല പറയണം പറഞ്ഞിട്ടാണ്. അർച്ചനെ പറ്റി പറയുകയാണെങ്കിൽ പളുങ്ക് പോലെ ഹൃദയത്തിന്റെ ഒരു ഉടമയാണ് നമ്മൾ അർച്ചന എന്ന് പറയുന്നത്. ആർക്കും അഭിപ്രായം ഉണ്ടോ? ചെറുതായിട്ട്. ഞാനാണ് ശരിക്കും അർച്ചനയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങൾ LKG തൊട്ടുള്ള റിലേഷൻ ആണ്. എനിക്കൊരു സിസ്റ്റർ ലൈക്ക് ഫീൽ ആണ്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് സിസ്റ്റർ ലൈക്ക് ഫ്രീ ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. രാമ സദാനന്ദ രാമ ഗോവിന്ദ കാമിത മന്ദാര ഘനദേവ ബൃന്ദ രാമ സദാ. എനിക്ക് ശ്രീകുട്ടി എന്ന് പറഞ്ഞത് എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ വൈബിനൊത്ത ഒരു സിസ്റ്റർ. എനിക്കൊരു എന്താ പറയുക, ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു പുതിയ ഒരു തുടക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊക്കെ ഒരു ഫ്ലോ ആയിട്ട് എല്ലാവരുടെ ഇടയിലേക്കും ഒന്ന് ഇറങ്ങി ചെല്ലാൻ ഹെൽപ്പ് ചെയ്ത എൻ്റെ സിസ്റ്ററിലൊക്കെ എൻ്റെ എല്ലാവിധ ആശംസകളും. ശ്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്യാങ്ങത്തെ ഒരു യങ്ങസ്റ്റ് വണ്ണായിരുന്നു ആളെന്ന് വെച്ചാൽ പണ്ട് മുതലേ ഭയങ്കര ആക്റ്റീവും, എന്താ പറയുക, എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പുള്ളിക്കാരി ഏറ്റവും മുമ്പിലുണ്ടാവും. ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഷീ വാസ് ടോട്ടലി ഇൻ ടു എന്താ പറയുക കൾച്ചറിൽ എല്ലാം ഉഷാറായിരുന്നു. എല്ലാവരുടെ മാരേജിലും എന്തിലാണെങ്കിലും ഷീ വാസ് ദ, ഒന്നും പറയേണ്ട ആവശ്യമില്ല, അവളെ എല്ലാം കണ്ടറിഞ്ഞ് അങ്ങോട്ട് വെക്കും. ഓപ്പോളെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ അങ്ങനെ കുഞ്ഞുപോലെ ഒരു വീടുണ്ട്. ഞങ്ങൾ മൂകാംബികൻ്റെ രജിസ്റ്റർ ചെയ്താൽ കൊണ്ടുപോകുമ്പോൾ എന്നെ പിന്നാലെ നടന്നിട്ട് ആർക്കും കൊടുക്കില്ല, കസിൻസിനാണ് എടുക്കാൻ കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. അപ്പം അങ്ങനെ കുറച്ച് പൊസസീവ് ഒക്കെ ഉള്ള വലിയതൊന്നും ഇല്ല, അതിന് കുഴപ്പമില്ല. നമ്മൾ ആക്ച്വലി അർച്ചനയുടെ കൂടെ MBAക്ക് പഠിച്ചതാണ്. ആക്ച്വലി ഈ കല്യാണാലോചന വന്ന സമയത്ത് നമ്മുടെ വൈബിന് സെറ്റായ ഒരാള് അങ്ങനെ പെട്ടെന്ന് തോന്നിയ ഹാപ്പിനെസ്സും ഉണ്ട്, സങ്കടവും ഉണ്ട്. കാരണം
സങ്കടം ഈസ് ലൈക്ക് മിസ്സാവും ഓബ്വിയസ്ലി, ഏച്ചിയാണല്ലോ. പിന്നെ സന്തോഷം വെച്ചാൽ എനിക്കൊരു നല്ലൊരു അള്ളിയിലും കിട്ടിയിട്ടുണ്ട്. പൊള്ളി അളിയാണ് ഇത്, പൊപ്പൊളി അളിയെന്ന് പറയാം. എനിക്ക് അച്ഛനതേ ഉള്ളൂ, ഒരേ ഒരു വൈബിൽ കിട്ടണമെന്നുണ്ടായിരുന്നു അച്ഛനാഗ്രഹം. അത് എന്തായാലും സെറ്റായിട്ട് എനിക്ക്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും രണ്ടാക്കും എൻ്റെ വക ഹാപ്പി മാരീഡ് ലൈഫ്.